കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച കോടതി ഉത്തരവ് ഉടൻ. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് വിധി പറയുക. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായ ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 34 കോടിയോളം രൂപ ദയാധനം നൽകിയ ശേഷമാണ് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ സൗദി കോടതി റദ്ദാക്കിയത്. വിവരങ്ങളുമായി അനൽക സെയ്ദാണ് ചേരുന്നത്. അനൽക, ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ആ ഒരു മോചന ഉത്തരവ് ഇപ്പോൾ ഉടൻ പുറത്തിറങ്ങും എന്നുള്ള ആ ഒരു വാർത്ത വരുന്നത്. ഏത് രീതിയിലാണ് കുടുംബത്തിന്റെ പ്രതികരണം? വിവരങ്ങൾ നൽകാം. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഒന്നടങ്കം അബ്ദുൾ റഹീമിന്റെ ഒരു മോചനത്തിന് വേണ്ടി, അതായത് മോചന ഉത്തരവിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. കോഴിക്കോട് രാമനാട്ടുകര കോടമ്പയ സ്വദേശി മച്ചിലകത്ത് അബ്ദുൽ മോചനം, അതായത് ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ സൗദി ബാലൻ മരിച്ച കേസിലാണ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള അബ്ദുൽ റഹീമിനെ 18 വർഷം മുമ്പ് സൗദി ഭരണകൂടം ജയിലിലടക്കുന്നത്. അതായത് കഴിഞ്ഞ 3 തവണയായി കേസ് മാറ്റിവെച്ചെങ്കിലും ഇത്തവണ, അതായത് ഇന്ന് വിഭാഗത്തിന്റെ വാദങ്ങൾ പൂർത്തിയാക്കി ഉടനെ തന്നെ ഒരു മോചനോത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ജൂലൈ 2-ന് വധശിക്ഷ ഒഴിവാക്കിയെങ്കിലും സൗദിയിലെ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഒരു വിചാരണ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ പ്രതീക്ഷിച്ച മോചനവിധി ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾക്ക് ബദലായി റഹീമിന്റെ അഭിഭാഷകൻ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി കഴിഞ്ഞ തവണ ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് വിധി പറയാൻ കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ജയിൽ മോചനത്തിന് വേണ്ടിയുള്ള കേസ് സംബന്ധിച്ച 4ാമത്തെ സിറ്റിംഗ് ആണ് ഇന്ന് കോടതി നടത്തുന്നത്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ 1.5 കോടി സൗദി റിയാൽ ദയാധനം കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 21-ന് ജയിൽ മോചന ഹർജി കോടതി ആദ്യമായി പരിഗണനയ്ക്കെടുത്തെങ്കിലും വധശിക്ഷ ഒഴിവാക്കി ബെഞ്ചിലേക്ക് തന്നെ ഈ വാദത്തിനെ നൽകി കേസ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. തുടർന്നാണ് നവംബർ 17-ന് 2ാമത്തെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കുകയും വിഷയം കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുന്നതിന് ഡിസംബർ 8-ലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം ഡിസംബർ 8-ന് ശേഷം ഇരുവിഭാഗങ്ങളുടെ വാദങ്ങൾ, പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചതിന് ശേഷമാണ് അന്തിമ ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നത്. സൗദി ബാർ അസോസിയേഷൻ എൻറോൾ ചെയ്ത അലി ഹൽ ഹൈദാന്റെ നേതൃത്വത്തിലുള്ള സൗദി രാജ്യത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി അബ്ദുൾ റഹീമിന്റെ നിയമസഹായ സമിതി ചുമതലപ്പെടുത്തിയിരുന്നത്. റിയാദിലെ കോടതിയിൽ നിന്ന് ഏറെ അനുകൂലമായ ഉത്തരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് റഹീമിന്റെ കുടുംബവും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. സ്വാതി. ശരി അനൽക, എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു മോചന വാർത്തയ്ക്കായി തന്നെയാണ് നാടെങ്ങും കാത്തിരിക്കുന്നത്.